ഏവർക്കും PSC കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നോക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1928 വരെയാണ്. വയൽവാരത്ത് വീട് ആരുടെ ജന്മഗൃഹമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. ഗുരുവിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ഗുരുവിൻ്റെ സമാധി സ്ഥലം വർക്കല, ശിവഗിരി. സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിവപ്രതിഷ്ഠ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഒരിക്കൽ കൂടെ നോക്കാം. വയൽവാരത്ത് വീട് ആരുടെ ജന്മഗൃഹമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പ്. ഗുരുവിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ഗുരുവിൻ്റെ സമാധി സ്ഥലം വർക്കല, ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിവപ്രതിഷ്ഠ നടന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1888. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15-നാണ്. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ P. പൽപ്പു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ P. പൽപ്പു ആണ്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്നത് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. വിവേകോദയം ആരംഭിച്ച വർഷം 1904. വർക്കലയിൽ ശിവഗിരി കേന്ദ്രം സ്ഥാപിച്ച വർഷം 1904-ആണ്. വർക്കലയിൽ ശിവഗിരി കേന്ദ്രം സ്ഥാപിച്ച വർഷവും ഇത് തന്നെയാണ്, 1904. ശാരദാമഠം ശിവഗിരിയിൽ ആരംഭിച്ച വർഷം 1912. ശാരദാമഠം ശിവഗിരിയിൽ ആരംഭിച്ച വർഷം എന്നാണ്? 1912-ലാണ്. ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം 1913. അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ആലുവ, എറണാകുളം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് ആലുവ, എറണാകുളം ജില്ലയിലാണ്. ശ്രീനാരായണ സേവാ ആശ്രമം ആരംഭിച്ച വർഷം 1916. ശ്രീനാരായണ സേവാശ്രമം ആരംഭിച്ച വർഷം 1916-ലാണ്. ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. ശ്രീനാരായണ സേവാ ആശ്രമം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവാണ് 1916-ലും. ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷം എന്നാണ്? 1918-ലാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1922. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എന്നാണ്? 1922-ലാണ്. ടാഗോറിനോടൊപ്പം ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ CF ആൻഡ്രൂസ് ആണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം 1924. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം 1924-ലാണ്. വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച മലയാളിയായ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച മലയാളിയായ നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1925-ലാണ്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം
1925 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠയാണ് കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ 1927 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠയാണ് എവിടെ? കളവൻകോട്. വർഷം 1927. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വാ മലയിലാണ്. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ മരുത്വാ മലയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1967. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1967. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളിയും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? മൂർക്കോത്ത് കുമാരൻ. ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം എഴുതിയതും മൂർക്കോത്ത് കുമാരൻ തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം എഴുതിയതും ആര് തന്നെയാണ്? മൂർക്കോത്ത് കുമാരൻ. ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1916. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1916. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വരികൾ ഏതു കൃതിയിലേതാണ്? ഏത് കൃതിയിലേതാണ്? ജാതി മീമാംസം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വരികൾ ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ജാതി മീമാംസം. ജാതിഭേദം, മതദ്വേഷം. ഈ വരികൾ ഏത് കൃതിയിലെയാണ്? ജാതി നിർണയം. ജാതിഭേദം, മതദ്വേഷം. ഈ വരികൾ ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ജാതി നിർണയം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച ഗുരുവിൻ്റെ കൃതിയാണ് നവമഞ്ചരി. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവമഞ്ചരിയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ വരികൾ ഏതു കൃതിയിലേതാണ്? ആത്മ ഉപദേശ ശതകം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ വരികൾ ഏതു കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ആത്മ ഉപദേശ ശതകം. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.